ഓൺലൈൻ മോഡിലേക്ക് എക്സാം മാറുമോ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കുമോ, എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ പഠിക്കേണ്ടത് ആ NCERT ബുക്കാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചുകൊണ്ടേയിരിക്കാം. ജാനുവരി 1 തൊട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഫുൾ ടോപ്പിക്ക് നമുക്ക് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സമയമുണ്ട്. നിങ്ങളുടെ കൺസേൺ എന്താണെന്ന് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയാം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം. കുറച്ച് കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ആ കുട്ടികൾക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുള്ളൂ. 2025 നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. 2025 നീറ്റിന്റെ കുറേ അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഓൺലൈൻ മോഡിലേക്ക് എക്സാം മാറുമോ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന സെഷൻ 1 സെഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 സെഷൻ ആക്കിയിട്ട് നടക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കറങ്ങി നടക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ പഠിക്കേണ്ടത് ആ NCERT ബുക്കാണ്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് മാത്രം മെറ്റിക്കുലസ് ആയിട്ട് പഠിക്കുക. അതാണ് ഫസ്റ്റ് തിങ്. നിങ്ങളുടെ ജോലി അതാണ്. എക്സാം ഏത് പാറ്റേൺ ആയിരുന്നാലും കണ്ടന്റിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ആലോചിക്കുക. ഇനി അടുത്ത രസം, കുറെ കുട്ടികൾ ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്. അതായത് ഞങ്ങൾ റിവിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന മെത്തേഡ് മതിയോ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സസ് കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ, ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് തോട്ട്സിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി 1 തൊട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ജാനുവരി 1 തൊട്ട് ഓരോ ചാപ്റ്ററിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജാനുവരി 1 തൊട്ട്. അപ്പൊ ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം കിട്ടും. 4 മാസത്തിൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 120 ഡേയ്സ് എന്തായാലും കിട്ടും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഷെഡ്യൂൾ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഷെഡ്യൂൾ പ്രകാരം നിങ്ങളുടെ ഫുൾ ടോപ്പിക്, അതായത് ഈ പറയുന്ന ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഫുൾ ടോപ്പിക്ക് നമുക്ക് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സമയമുണ്ട്. ആലോചിച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. ചെയ്യണോ, പഠിക്കണോ, വേണമോ എന്നുള്ളതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. അതായത് ക്ലാസ്സസ് ഞാൻ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു പൈസയുടെ ബേർഡൻ ആവില്ലേ? നിങ്ങളുടെ കൺസേൺ എന്താണെന്ന് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയാം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആദ്യം ഈ പറയുന്ന 4 മാസത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡ് ആവുക, മെന്റലി പ്രിപ്പയർഡ് ആവുക. നിങ്ങൾ അതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ആ കുട്ടികൾക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.